എല്ലാവർക്കും നമസ്കാരം. സ്തോത്ര ഭജൻസിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൂകാംബികാഷ്ടകത്തിലെ 7ാമത്തെ സ്റ്റാൻസയുടെ വരികളും അർത്ഥവുമാണ് പഠിക്കാൻ പോകുന്നത്. ഹരീശാദി ദേഹോത്ഥ തേജോമയ പ്രസ്ഫുരശ്ചക്ര രാജാഖ്യ ലിംഗസ്വരൂപേ. നിർത്തി പറഞ്ഞുതരാം. ഹരീശാദി ദേഹോത്ഥ തേജോമയ പ്രസ്ഫുരശ്ചക്ര തേജോമയ പ്രസ്ഫുരശ്ചക്ര രാജാഖ്യ ലിംഗസ്വരൂപേ. ഹരീശാദി ദേഹോത്ഥ തേജോമയോ പ്രസ്ഫുരശ്ചക്ര രാജാഖ്യ ലിംഗസ്വരൂപേ. മഹായോഗി കോലർഷി ഹൃത്പത്മഗേഹേ. മഹായോഗി കോലർഷി ഹൃത്പത്മഗേഹേ. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഈ സ്റ്റാൻസയുടെ അർത്ഥം എങ്ങനെയാണ്? പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അത്യുജ്വലമായ തേജസ്സിൽ നിന്ന് ഉത്ഭവിച്ചവളും എല്ലാ പുണ്യമാർന്ന ചിഹ്നങ്ങളുടെയും അധിപനായ ശ്രീചക്രത്തിൽ വസിക്കുന്നവളും ശ്രീചക്രത്തിൽ ഇരിക്കുന്നവളും മഹായോഗിയായ കോലർഷിയുടെ ഹൃദയമാകുന്ന താമരയിൽ വസിക്കുന്നവളും കോലാപുരത്തിൻ്റെ അമ്മയായ മഹാലക്ഷ്മിക്ക് ഞങ്ങളുടെ നമസ്കാരം. നമുക്കിത് ചൊല്ലിപ്പഠിക്കാം. ഹരീശാദിദേഹോത്ഥ തേജോമയ പ്രസ്ഫുരശ്ചക്ര രാജാഖ്യ ലിംഗസ്വരൂപേ. ഹരീശാദിദേഹോത്ഥ തേജോമയ പ്രസ്ഫുരശ്ചക്ര രാജാഖ്യ ലിംഗസ്വരൂപേ. മഹായോഗി കോലർഷി ഹൃത്പത്മഗേഹേ. മഹായോഗി കോലർഷി ഹൃത്പത്മഗേഹേ. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. നമുക്കിനി ഇത് താളത്തിൽ പാടാം. ഹരീശാദി ദേഹോത്ഥ തേജോമയ പ്രസ്ഫുരശ്ചക്ര രാജാഖ്യ ലിംഗസ്വരൂപേ. മഹായോഗി കോലർഷി ഹൃത്പത്മഗേഹേ. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഹരീശാദി ദേഹോത്ഥ തേജോമയ പ്രസ്ഫുരശ്ചക്ര രാജാഖ്യ ലിംഗസ്വരൂപേ. മഹായോഗി കോലർഷി ഹൃത്പത്മഗേഹേ. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഈ സ്റ്റാൻസിയും എല്ലാവരും പതിവ് പോലെ വൃത്തിയായി പഠിക്കണം. ഇനി ഒരു സ്റ്റാൻസിയും കൂടി ഉള്ളൂ മൂകാംബിക അഷ്ടകം തീരാൻ. അപ്പോഴത്തേക്ക് എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.